വെൽക്കം ടു ആൾ. ഇപ്പോൾ നമ്മളിന്നിപ്പോൾ ട്രിഗണോമെട്രിയുടെ തന്നെ അടുത്ത പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 കോസ് 60 30 കോസ് 60 ഇങ്ങനെ നമുക്കൊരു വന്നിട്ടുണ്ട്. ആദ്യം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ 60 എന്ന് പറയുന്നത് സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണെന്ന് നമുക്കറിയാം. ഇനി കോസ് 30യോ അതുപോലെ തന്നെ കോസ് 30 അതും √3/2 ആണ്. നമ്മൾ ആ ടേബിൾ നമ്മൾ കാണാതെ പഠിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ് പ്ലസ് സൈൻ 30. അപ്പം വീണ്ടും സൈൻ 30 1/2 അതുപോലെ കോസ് 60 1/2. ഓക്കെ, ഇതാണ് നമുക്കുള്ള. ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. സൈൻ 60 അതായത് √3/2 ഇൻറ്റു കോസ് 30 √3/2 നമുക്കിതൊരു ബ്രാക്കറ്റിനകത്താക്കാം. അടുത്ത ഇനി എന്താണ് സൈൻ 30. അപ്പം പ്ലസ് സൈൻ 30 എന്നുള്ളത് 1/2 ഇൻറ്റു കോസ് 60 1/2. ഇതാണ് അടുത്ത ബ്രാക്കറ്റിനകത്ത്. അപ്പോൾ ഇനി നോക്കാം √3/2 ഇൻറ്റു √3/2 അതായത് √3 ഇൻറ്റു √3 2 ഇൻറ്റു 2 √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം 3/4 പ്ലസ് 1 ഇൻറ്റു 1/2 ഇൻറ്റു 2 4. അപ്പോൾ 3/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ രണ്ടും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താണ് 3 + 1 എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ 4/4 1 എന്ന് ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈവ് കോസ് സ്ക്വയർ 60 5 കോസ് സ്ക്വയർ 60 പ്ലസ് 4 സീക്ക് സ്ക്വയർ 30 പ്ലസ് 4 സീക്ക് സ്ക്വയർ 30 മൈനസ് ടാൻ സ്ക്വയർ 45 മൈനസ് ടാൻ സ്ക്വയർ 45 ഫുൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 30 പ്ലസ് സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30. ഇത്രയും തന്നിട്ടുണ്ട്. നമുക്കറിയാം കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. അപ്പോൾ നമുക്കിനി ഞാൻ അതൊന്നും ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പം കോസ് 60 എന്ന് പറയുമ്പോൾ 1/2 ആണെങ്കിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 5 കോസ് സ്ക്വയർ 60 ആണ്. അപ്പം 5 ഇൻറ്റു 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി നമുക്കറിയാം സീക്ക് സ്ക്വയർ 30 എന്ന് പറയുന്നത്. സീക്ക് സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ 2/√3 ആണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 2/√3 ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 45 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ 45 ആൻഡ് 1 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് അടുത്ത കാര്യമാണ് സൈൻ 30 കോസ് 30 അല്ലേ. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പം സൈൻ സ്ക്വയർ 30 ആയപ്പം 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി കോസ് 30 എന്ന് പറയുമ്പോൾ നമുക്ക് √3/2 ആണ്. അപ്പം √3/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ്. 5 ഇൻറ്റു 1/2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ്
5 ഇൻറ്റു 1/4 പ്ലസ് പിന്നെ ആരാ ഉള്ളത്? നമുക്ക് കാര്യം ചെയ്യാം, അപ്പുറത്തോട്ട് എഴുതാം, അല്ലെങ്കിൽ ബോർഡ് പിന്നെ നമുക്ക് ഒന്നേന്നെ മായ്ച്ച് എഴുതേണ്ടി വരും. ഈക്വൽ ടു 5 ഇൻറ്റു 1/4 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്? 2 ഇൻറ്റു 2 4 √3 ഇൻറ്റു √3 3. അപ്പം 4 ഇൻറ്റു 4/3. ഓക്കെ. ഇനി മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഫുൾ ഡിവൈഡഡ് ബൈ 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 2 ഇൻറ്റു 2. അപ്പോൾ 3/4. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് അതിനെ ഒന്നേന്ന് നോക്കാം. 5 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 5/4 പ്ലസ് 4 ഇൻറ്റു അവിടെ എന്താ സംഭവിക്കുക? 16/3 എന്ന് വരും അല്ലേ? 16/4 ഇൻറ്റു 4 /3. 16/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു 3/4 എത്രയാണ്? 4ഉം 4ഉം കോമൺ ഡിനോമിനേറ്റേഴ്സ് ആയതുകൊണ്ട് 1 + 3 4. 4/4. ഇനി നമുക്കതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5/4 ഇതിൻ്റെ LCM എടുക്കുക. അപ്പം 12 വരും. 12 ആയപ്പോഴത്തേക്ക് 4 ആയപ്പോഴത്തേക്ക് 12ൽ 3 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇൻറ്റു 3 പ്ലസ് 3 ആയപ്പോൾ 4 ടൈംസ് 16 ഇൻറ്റു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1ന് ആകെ ഒറ്റ തവണ വലുതുള്ളൂ. 12 പ്രാവശ്യം 1 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ, ഇനി ഓൾ ഡിവൈഡഡ് ബൈ 1 എന്നാണ്. അപ്പോൾ ആ 1ന് നമുക്ക് 4/4 = 1 ആയതുകൊണ്ട് ആ 1ന് നമുക്കങ്ങ് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്താ ഉള്ളത്? നമുക്ക് ഇതിനെ ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ 5 ഇൻറ്റു 3 = 15 പ്ലസ് 64 മൈനസ് 12 ഡിവൈഡഡ് ബൈ 12. ഇനി നമുക്ക് നോക്കാം. 15 64 എത്രയാണ് വരുന്നത്? അപ്പോൾ നമുക്കിതിനകത്ത് 64 15 15 നിന്ന് 12 കുറച്ചാൽ 15 നിന്ന് 12 കുറച്ചാൽ 3 64 3 67 67/12 എന്ന് നമുക്ക് ആൻസറും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തത് ഇത് തന്നെയാണ്, ഇവാലുവേറ്റ് തന്നെയാണ്. നമുക്ക് എങ്ങനെ അതിലോട്ട് പോകാം? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 tan 30/1 + tan square 30. 2 tan 30/1 + tan square 30 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ tan 30 എത്രയാണ്? ഇവിടെ നമുക്ക് ആകെ ഒറ്റ സാധനമേ ഉള്ളൂ, tan 30 മാത്രം നോക്കിയാൽ മതി. നമുക്ക് കാര്യം കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എല്ലാം tan 30 തന്നെയാണ്. അപ്പം tan 30 എന്ന് പറയുമ്പോൾ 1/√3 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2 ഇൻറ്റു 1/√3 ബൈ 1 + 1/√3 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് നോക്കാം. 2 ഇൻറ്റു 1/√3 എന്ന് പറഞ്ഞാൽ 2/√3 ബൈ 1 + 1/√3 ദ ഹോൾ സ്ക്വയർ. 1/√3 എത്രയാണ്? 1 ഇൻറ്റു 1 1 √3 ഇൻറ്റു √3 3. അപ്പം 1 + 1/3 എന്ന് കിട്ടും. നമുക്ക് ഇത്രയും കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അടുത്ത് പോകാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ നമുക്ക് LCM എടുക്കാം. എല്ലാം എളുപ്പം തന്നെ എന്താണെന്ന് പറ്റും? 2/√3 ബൈ അടുത്ത കഴിഞ്ഞ് നമുക്ക് ആരാ ഉള്ളത്? 4 എത്ര വരിക? ഇത് LCM എടുക്കുമ്പോൾ നമുക്ക് 4/3 എന്ന് വരും അല്ലേ? 4/3 എന്ന് വരും. ഇതിനെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായ മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ
2/√3 ഡിവൈഡഡ് ബൈ 4/3. നമുക്കിതിനെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലേക്ക് എഴുതുമ്പോൾ 2/√3 ഇൻറ്റു 3 മുകളിൽ 4 താഴെ 3/4. ഈ 2 കൊണ്ട് നമുക്ക് 4നെ കട്ട് ചെയ്യാം 2 ടൈംസ്. √3 കൊണ്ട് 3യെ കട്ട് ചെയ്ത് 3യെ കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? √3 √3/2 എന്ന് നമുക്ക് ആൻസറും കിട്ടും. √3/2 എന്ന് പറയുന്ന ആരാണ്? √3/2 എന്നുള്ള ആൻസർ കിട്ടുന്ന ആർക്കാണ്? sin 60 √3/2. സോ ഇറ്റ് ഈസ് sin 60. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അതും ഇവാലുവേഷൻ തന്നെയാണ്. ഇവാലുവേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് 1 മൈനസ് tan സ്ക്വയർ 45 1 മൈനസ് tan സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45. ഇനി നമുക്ക് നോക്കാം. ഈ tan സ്ക്വയർ 45 ഇപ്പോൾ tan 45 എത്രയാണ്? നമുക്കറിയാം എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പം ഇപ്പോൾ വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. 1 മൈനസ് tan 45 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇവിടെ ആൻസറും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. 2 tan 30 ബൈ 1 മൈനസ് tan സ്ക്വയർ 30. 2 tan 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 2 tan സ്ക്വയർ 30 മൈനസ് അല്ല ബൈ 1 മൈനസ് tan സ്ക്വയർ 30 അല്ലേ? ഇല്ല, ക്വസ്റ്റ്യനിൽ ചെറിയതുണ്ട്. 2 tan 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30 തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ tan 30 എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്തു 1/√3. ഓക്കെ, അപ്പോൾ ഇവിടെ മാറ്റമൊന്നുമില്ല, ആകെ tan 30 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 1/√3 divided by 1 minus 1/√3 the whole square. അപ്പോൾ 2 ഇൻറ്റു 1/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/√3 ബൈ എത്രയാണ് നമ്മുടെ അടുത്ത് വരുന്നത്? 1 മൈനസ് 1 ഇൻറ്റു 1 1 √3 ഇൻറ്റു √3 3. അപ്പോൾ എത്ര വരുന്നു? അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ എത്ര വരും? നമുക്ക് 1 മൈനസ് 1. അപ്പോൾ എത്ര വരുന്നത്? ഇതിൻ്റെ LCM 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു നമുക്ക് ഇനി അങ്ങനെ എഴുതാം 2/√3 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ LCM വരുമ്പോൾ 3 ആണ് വരുന്നത് അല്ലേ? മുകളിൽ 3, മറ്റേതിനകത്ത് ഒരു പ്രാവശ്യമായിരിക്കും, മറ്റേത് 3 പ്രാവശ്യമായിരിക്കും അല്ലേ? അപ്പോൾ 3 3ൽ 1 പ്രായം 1. അപ്പോൾ 1 3ൽ 3 ടൈംസ്. അപ്പോൾ 3 മൈനസ് 1 ടൈം 1. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എത്ര വരുന്നു? 2/√3 ഡിവൈഡഡ് ബൈ 2/3 എന്ന് വരും. ഇത് നമ്മൾ അടുത്ത ഫോമിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് വരുമ്പോൾ 2/√3 ഇൻറ്റു 3/2. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്, സെയിം തന്നെ. പക്ഷേ ഇവിടെ 4 ആയിരുന്നു കഴിഞ്ഞ കണക്കിൽ, പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ 2 വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. √3 കട്ട് ചെയ്യുമ്പോൾ √3 ഇവിടെ വരും. 2 ക്യാൻസലായി പോകും. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു √3/1 ഈസ് ഈക്വൽ ടു √3. അപ്പോൾ √3 എന്ന് ആൻസർ കിട്ടുന്നത് ആരായിരിക്കും? tan 60 ആണ്. അപ്പോൾ
ആൻസർ ഈസ് tan 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു √3. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലവും തീർന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അത് പറഞ്ഞിരിക്കുന്നത് tan a + b ഈസ് ഈക്വൽ ടു √3. tan a + b ഈസ് ഈക്വൽ ടു √3. പിന്നെ tan a - b ഈസ് ഈക്വൽ ടു 1/√3. അപ്പോൾ tan a + b ഈസ് ഈക്വൽ ടു √3, tan a - b ഈസ് ഈക്വൽ ടു 1/√3. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം a + b അല്ലെങ്കിൽ √3 ടാനിന് √3 വരുന്നത് ഏതിനകത്താണ്? ടാനിനകത്ത് √3 വരുന്നത് tan ഏതായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ tan 60 ഈസ് ഈക്വൽ ടു √3. സോ tan അപ്പോൾ a + b ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി അതുപോലെ ഈ 1/√3 വരുന്ന ടാനിന് ഏതുണ്ട്? അതായത് 1/√3 ആൻസർ വരണമെങ്കിൽ നമുക്ക് 30 ഡിഗ്രിയാണ് tan 30. അപ്പോൾ നമുക്ക് tan 30 ഈസ് ഈക്വൽ ടു 1/√3. സോ ഇവിടെ നമുക്ക് a + b ആണെങ്കിൽ ഇവിടെ a - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്ക് എഴുതാം a + b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി, a - b ഈസ് ഈക്വൽ ടു a + b ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, a - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി നമുക്ക് കിട്ടി. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്കിനി അടുത്ത ഇത് ഫോർമുലയിലേക്ക് നമുക്ക് എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകാം. അതെങ്ങനെയായിരിക്കും? നമുക്ക് ഈ സാധനത്തിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ടും ഈ സാധനത്തിന് ഇക്വേഷൻ 2 ആയിട്ടും ചെയ്തു. ഇനി ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 എന്ന് നമ്മൾ ചെയ്താൽ a + b ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ a - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് വരും. ഇക്വേഷൻ നമ്മൾ സം ചെയ്യുമ്പോൾ 60 + 30 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് b - b ഇവിടെ ക്യാൻസലായി a ആയപ്പോഴത്തേക്ക് 2a എന്നായി. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സോ a ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും 45 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്കതിനകത്ത് ആഡ് ചെയ്യാം. ഇക്വേഷൻ 1ലാണ് a നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വയ്ക്കാം. നമുക്ക് a 45 ആണെന്ന് കിട്ടിയെങ്കിൽ a + b ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമ്മൾ എന്ത് എഴുതുന്നു? എക്ക് പകരം നമ്മൾ 45 ഇടുന്നു. അങ്ങനെയാണെങ്കിൽ 45 + b ഈസ് ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ സോ b ഈസ് ഈക്വൽ ടു ഈ b ഈസ് ഈക്വൽ ടു 45 അപ്പുറത്തേക്ക് പോകുമ്പോൾ 60 - 45 ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് സെയിം ആണോ എന്നറിയാം. നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് കൊണ്ടുപോകാം. a - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കണ്ടു. അത് വച്ചിട്ടാണെങ്കിൽ എക്ക് പകരം നമുക്ക് 45 ഇടാം. 45 - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ 45 അങ്ങ് അപ്പുറത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ b ഈസ് ഈക്വൽ ടു 30 - 45. ഇപ്പം ഇത് ചെറുതിൽ നിന്നാണ്, ചെറുത് പ്ലസും വലുത് മൈനസും ആയതുകൊണ്ട് -15 എന്ന് വരും. പേടിക്കേണ്ട. -b ഈസ് ഈക്വൽ ടു -15 ആയതുകൊണ്ട് b ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. അപ്പോൾ നോക്കുക, രണ്ട് പ്രോബ്ലത്തിൽ ഇട്ടപ്പോൾ നമുക്ക് ആൻസർ അത് b എന്നുള്ള 15 തന്നെ കിട്ടി. അപ്പോൾ a ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി, b ഈസ് ഈക്വൽ